എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും നമ്മുടെ കാർട്ടൂൺ മീഡിയയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്നത്തെ തീം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്കിനെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം, ഇന്ത്യ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗോതയിലുണ്ട്. ഏറ്റവും മുഖ്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP അങ്ങ് അരങ്ങ് തകർക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ ആളുകളും തൊട്ട് പിന്നാലെ ഉണ്ട്. ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ ചില നടപടികളുമായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വരുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഒരു ആശങ്ക. അതായത് പല രീതിയിൽ പ്രതിപക്ഷ കക്ഷികളെ അങ്ങ് ശ്വാസം മുട്ടിക്കുന്ന നിരവധി ഈ നടപടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കക്ഷികൾക്കും പ്രവർത്തിക്കാനും മത്സരിക്കാനുമുള്ള അവസരം കൊടുത്തിട്ട് അതിനകത്തുനിന്ന് മാന്യമായി ജയിച്ചു വരിക എന്നുള്ളതാണല്ലോ ഒരു ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കം. പക്ഷെ അതല്ല. നമുക്ക് ഈ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്പഷ്ടമായിട്ടറിയാം, മനഃപൂർവ്വം പ്രതിപക്ഷ കക്ഷികളെ കുരുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ BJP ഗവൺമെന്റ് പോകുന്നു എന്നൊരു സന്ദേഹമുണ്ട്. സന്ദേഹമല്ലാതെ ഒരു റിയലാണെന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ED, ഇൻകം ടാക്സ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ ഇലക്ഷൻ കമ്മീഷൻ, മറ്റ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഈ പ്രതിപക്ഷ കക്ഷികളെ ഏതാണ്ട് ശ്വാസം മുട്ടിക്കുന്ന നയമാണ് ഈ സർക്കാർ ഈയിടെയായിട്ട് കൈക്കൊണ്ടുവരുന്നത്. ഇപ്പം നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം. ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെ വിടാതെ കേസുകൾ ഒരു കേസ് തീരുമ്പം അടുത്ത കേസ് എന്ന രീതിയിൽ ഇങ്ങനെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കാതിരിക്കാനായിട്ട് ഇവർ ആവത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനാണെങ്കിൽ ഇലക്ഷനെ അഭിമുഖീകരിക്കാനായിട്ട് കാശില്ലെന്നാണ് അവർ പറയുന്നത്. അതായത് അവരുടെ സകല അക്കൗണ്ടുകളും മരവിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം പൈസ ഇല്ലാതെ അവർക്ക് പോസ്റ്റർ അടിക്കാൻ പറ്റത്തില്ല, സ്ഥാനാർത്ഥികളുടെ ചെലവിന് പൈസയില്ല, പര്യടനത്തിന് വാഹന കൂലി കൊടുക്കാൻ പൈസയില്ല. ഏതോ 10-15 വർഷം മുമ്പുണ്ടായ എന്തോ ആദായനികുതി കേസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കരാളഹസ്തത്തിൽപ്പെട്ട് പെടുത്തി ഇവരെ അങ്ങ് ശ്വാസം മുട്ടിക്കുന്നു. അതായത് പ്രതിപക്ഷ കക്ഷികളെ ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ശ്വാസം മുട്ടിച്ചിട്ട് അവരെ വീട്ടിനുള്ളിൽ ഇരുത്തുക, അവരെ പ്രചരണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ കേസിന്റെ പുറകെ നടക്കുക. ഞങ്ങൾ മാത്രം പ്രചരണത്തിലും എല്ലാത്തിലും മതി എന്നുള്ള ഒരു തീരുമാനമാണെന്ന് തോന്നുന്നു ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതിനകത്ത് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങളുണ്ടെങ്കിലും പക്ഷെ ഇതൊരു ആർക്കും അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂച്ചുവിലം കിട്ടുകൊണ്ട് ഞങ്ങൾ മാത്രം പ്രചരണത്തിലും മറ്റും ഈ ഇലക്ഷൻ മൊത്തം ഞങ്ങൾ മാത്രം മുൻപന്തിയിൽ നിൽക്കുക, ബാക്കി ആരും ഈ രംഗത്തേക്ക് വരണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് BJP ഗവൺമെന്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ജനാധിപത്യത്തിനെ അങ്ങേയറ്റം കശാപ്പ് ചെയ്യുന്ന ഒരു രീതിയാണിത്. നമ്മൾ എന്തെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളുമായിട്ട് യോജിക്കുമ്പോൾ പോലും ഈ ജനാധിപത്യ ധ്വംസനം നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനി ഈ ഇലക്ഷനോട് കുറച്ചുകൂടെ അടുത്ത് വരുന്ന സന്ദർഭങ്ങളിൽ ഇതിലും കൂടുതൽ കേസുകളും സമ്മർദ്ദങ്ങളുമായിട്ട് EDയും ഇൻകം ടാക്സിനെല്ലാം കൊണ്ട് വേട്ടയാടാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കും. ഇപ്പൊ EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ വേട്ടയാടുക എന്ന് പ്രതിപക്ഷം നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവരെ തമാശയാക്കി കളിയാക്കി. പക്ഷേ സത്യം പറഞ്ഞാൽ അതിനകത്ത് കാര്യമില്ലാതില്ല. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ വായ മൂടിക്കെട്ടാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതെന്ന് നമുക്ക് തോന്നാം. അത് തന്നെയല്ല, ഈ കേന്ദ്ര ഗവൺമെന്റിനോട് അടുത്ത് നിൽക്കുന്നവരെ അവരുടെ ഘടകകക്ഷികൾക്കും ആർക്കും കേസില്ല. അവരെല്ലാവരും കേസ് നിന്ന് കുറ്റവിമുക്തരാക്കുക, കേസെടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള സമീപനം കൈക്കൊള്ളുന്നു.
ഈ വൺ മാൻ ഷോ, ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പം ഇതിനെതിരായിട്ടുള്ള ഒരു കാർട്ടൂണാണ് നമ്മൾ ഇന്ന് വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇട്ടിട്ടുണ്ട്. ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ് അതായത് ജനാധിപത്യത്തിനെ അടക്കം ചെയ്തിരിക്കുകയാണ്. ജനാധിപത്യത്തിനെ കൊന്നിട്ട് അതിനെ അടക്കം ചെയ്തിരിക്കുന്ന കുഴിമാടമാണ്. ആ കുഴിമാടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പൂക്കളർപ്പിക്കുകയാണ്. പൂക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ റോസാപ്പൂ അല്ല, താമരപ്പൂ, അവരുടെ ചിഹ്നമായ താമരപ്പൂവാണ് അർപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ എങ്കിലോട്ട് കടക്കാം. അവൻ്റെ ജനാധിപത്യത്തെ കൊന്നിട്ട് അതിൻ്റെ ശവകുടീരമാണിത്. കാർട്ടൂൺ ഫൈനലായിട്ടുണ്ട്. ഇത് ജനാധിപത്യത്തെ കുഴിച്ചുമൂടിയ ശവക്കല്ലറയാണ്. ആ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി. ഇത് ജനാധിപത്യത്തെ കുഴിച്ചുമൂടുകയാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കാർട്ടൂൺ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ആഴ്ചത്തെ കാർട്ടൂൺ വീഡിയോയിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.